മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേബിളുകൾ നമ്മൾ പഠിക്കാൻ പോവാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ മാക്സിമം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. ഈ 3 ടേബിളിലേക്ക് കിടക്കുന്നതിന് മുന്നേ മറ്റൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഈ ഒരു എക്സാം കഴിയുന്നതോടുകൂടി പിന്നെ നിങ്ങൾ എല്ലാവരും 9ാം ക്ലാസ്സിലെത്തി. 9ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞ് ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് സയൻസ്, അത് 3 വലിയ ബുക്കുകളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഒക്കെ 40 മാർക്കിന്റെ വലിയ പരീക്ഷകളായി മാറും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കണം, ഒരു കൺഫ്യൂഷൻ വേണ്ട. ദാ പിടിച്ചോളൂ. ഇപ്പം നമുക്കൊരു എഡ്യൂഫസ്റ്റ് ഓഫർ ഉണ്ട്. ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ഓൺലൈൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത സന്തോഷത്തോടെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യട്ടെ, ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ആ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 3 പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നിന്നും 3 പ്രധാനപ്പെട്ട ടേബിളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാൽ നിങ്ങൾ ഈ ടേബിൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോരുത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാ. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഇതാ, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ സെറ്റാണ് കേട്ടോ. ഞാൻ അതാ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് ഈ 3 ടേബിൾ പഠിക്കണം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടേബിൾ ABC മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രൂപത്തിലാണ്. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയും. അതിൽ A എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F. പടച്ചോനെ, ഒബ്ജക്റ്റ് വസ്തു എവിടെ വെക്കുന്നത്? Cക്കും Fനും ഇടയിലാണ്. അടുത്ത് ഒബ്ജക്റ്റ് ബിയോണ്ട് C, അങ്ങനെയെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് C. അടുത്ത ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് P. അപ്പൊ ഇത്രയും 1 2 3 4 ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ചിത്രം അതോടൊപ്പം തന്നെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഇതിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ അതന്നെയാണ് മലയാളം മീഡിയത്തിന്റെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ജസ്റ്റ് ചെറിയൊരു കാര്യം പറയട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ബിയോണ്ട് എന്ത് ചെയ്യുന്നു, C അല്ലെങ്കിൽ Cക്ക് അപ്പുറത്ത് വെക്കുന്നു. Cക്ക് അപ്പുറത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ Cക്കും Fനും ഇടയിലായിരിക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വസ്തു Cക്കും Fനും ഇടയിലാണെങ്കിൽ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഒബ്ജക്റ്റ് ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് കിട്ടുന്ന Cക്കും Fനും ഇടയിലാണ്. അങ്ങനെയെങ്കിൽ Cക്കും Fനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് നമുക്ക് Cക്ക് അപ്പുറത്ത് കിട്ടുന്നു. ഇമേജ് നമുക്ക് എവിടെ കിട്ടുന്നു? Cക്ക് അപ്പുറത്ത് കിട്ടുന്നു. അപ്പോൾ Cക്കും Fനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് പ്രതിബിംബം Cയിലാണോ, പ്രതിബിംബ ദർപ്പണത്തിലാണോ, പ്രതിബിംബം Cക്ക് പുറകിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിബിംബം Cക്ക് പുറകിൽ. അപ്പൊ ഇതാണ് നേരെ വരിക. അപ്പൊ നോക്കിക്കോളൂ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് Cക്കും Fനും ഇടയിലാകുമ്പോൾ ഇമേജ് ബിയോണ്ട് Cക്ക് അപ്പുറത്തായിരിക്കും ഇമേജ് കിട്ടുക. ആ ഇമേജ് എങ്ങനെയായിരിക്കും? തല കീഴായിരിക്കും. അതുകൊണ്ട് വെർച്വൽ അല്ല, റിയൽ സെയിം സൈസ്. ഇതല്ല, റിയൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. അപ്പൊ ഇതാണ് ഇമേജ് അല്ലേ? അപ്പൊ ഇമേജ് അങ്ങനെ വരും. അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം വന്നാൽ മക്കളെ നിങ്ങൾ തെറ്റിക്കാൻ പാടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ചിത്രത്തിൽ എല്ലാ കാര്യങ്ങളും പറയാം, എന്നിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തണം. അതാ നോക്കിക്കോളും. ഞാൻ ഒന്നുകൂടിയും പറയുന്നു. ഒരു ഒബ്ജക്റ്റ് ഞാൻ ഈ പേനന്റെ കട്ടി ഒന്ന് കൂട്ടട്ടെ. ഓക്കെ ദാ സെറ്റ് മാടുതോ. ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ OB എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പോ ഒബ്ജക്റ്റ് വസ്തു Cക്ക് അപ്പുറത്താണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് ബിയോണ്ട് Cക്ക് അപ്പുറത്താണെങ്കിൽ നമുക്ക് ഇമേജ് ലഭിക്കുക Cക്കും Fനും ഇടയിലായിരിക്കും. ഇമേജ് എവിടെ ലഭിക്കുന്നു? Cക്കും Fനും ഇടയിലായിരിക്കും. അങ്ങനെയെങ്കിൽ Cക്ക് Fനും ഇടയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് നമുക്ക് Cക്ക് അപ്പുറത്തായിരിക്കും, ബിയോണ്ട് Cക്ക് അപ്പുറത്തായിരിക്കും ഇമേജ് കിട്ടുക. ഈ കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി അടുത്തത് ഞാൻ ഇതേ ചിത്രത്തിൽ തന്നെ പറയണം. ഒബ്ജക്റ്റ് Cയിലാണ് വെക്കുന്നതെങ്കിൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഒബ്ജക്റ്റ് Cയിലാണെങ്കിൽ ഇമേജും Cയിൽ തന്നെ ആയിരിക്കും. സെയിം സൈസ് ആയിരിക്കും, സെയിം അതേ വലുപ്പം തന്നെ ആയിരിക്കും. അത് പ്രത്യേകം ഓർത്തു വെക്കണം. ഇതാണ് അടുത്തൊരു ചിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിന്റെ ഇടയിലുള്ള കാര്യം പറഞ്ഞു. ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു ഇമേജ് കിട്ടുന്നു. ഇനി Fനും Pക്കും ഇടയിലാണ് ഞാനൊരു ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇമേജ് എന്ത് ചെയ്യുന്നു? ആ ഒരു ദർപ്പണത്തിന്റെ പിന്നില്, അതായത് ബിഹൈൻഡ് ദ മിറർ അല്ലെങ്കിൽ ദർപ്പണത്തിന്റെ പിന്നിലാണ് നമുക്ക് ഇമേജ് ലഭിക്കുക. അല്ലെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അതേ കണ്ണാടിന്റെ ഉള്ളിൽ തന്നെ വലിയൊരു ഇമേജ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആൻസർ കിട്ടി. അതായത് ഒബ്ജക്റ്റ് Cക്കും Fനും ഇടയിലാണെങ്കിൽ ഇമേജ് ഇവിടെ ലഭിക്കുന്നു, Cയിലാണെങ്കിൽ Cയിൽ തന്നെ ലഭിക്കുന്നു. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് ദർപ്പണത്തില് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ദർപ്പണം, ബിഹൈൻഡ് ദ മിറർ, ഇങ്ങനെയാണ്. ഇത്രയും കാര്യത്തിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ C ആൻഡ് F ആണെങ്കിൽ ബിയോണ്ട്
ഇമേജ് എവിടെ ആയിരിക്കും? ബിയോണ്ട് സി. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് മാഗ്നിഫൈഡ്. അതാണ് ആദ്യത്തെ ആൻസർ വരുന്നത്. ഞാനിതൊന്ന് പറഞ്ഞുതരും, പിന്നെ നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് കണ്ടെത്തണം, അപ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇനി രണ്ടാമത്തത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി. സിക്ക് അപ്പുറത്താണെങ്കിൽ ഇമേജ് കിട്ടുന്ന എങ്ങനെയായിരിക്കും? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. സിക്കും എഫിനും ഇടയിലായിരിക്കും. അത് എങ്ങനെയായിരിക്കും? റിയൽ ആണ്, അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ആണ്, ചെറുതായിരിക്കും. ഓർത്തു വയ്ക്കാം. ഇനി ഒബ്ജക്റ്റ് അറ്റ് സി ആണെങ്കിൽ, സിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ, വസ്തു സിയിലാണെങ്കിൽ ഇമേജും എവിടെ തന്നെ ആയിരിക്കും? അറ്റ് സി, സിയിൽ തന്നെ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, എഫിനും പിക്കും, എഫും പിയും ഇതിന്റെ ഇടയിൽ കിട്ടുമ്പോൾ ദർപ്പണത്തിന്റെ പിന്നിലാണ് ഇമേജ് കിട്ടുക. അപ്പൊ ഇവിടെ ഇമേജ് ഇൻസൈഡ് ദ മിറർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ണാടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇമേജ് കാണുന്നതായിട്ട് തോന്നുന്നു. അതോടൊപ്പം അതാണ് വെർച്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഞാൻ എല്ലാ ചിത്രത്തിന്റെയും ഓരോ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. സെറ്റാണല്ലോ? ആർക്കൊരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടുമില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ. ഓക്കെ, സെറ്റല്ല. ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് ഞാൻ ചിത്രം വെച്ചിട്ട് ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് വസ്തു സിയിലാണെങ്കിൽ ഇമേജും സിയിൽ തന്നെ സെയിം സൈസ് ആയിരിക്കും. ഈ എഫിനും സിക്കും ഇടയിലാണെങ്കിൽ, സിക്കും എഫിനും ഇടയിലാണെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു ഇമേജ് കിട്ടുന്നു, അത് റിയൽ ആണ്. ഇനി ഈ എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ഇമേജ് നമുക്ക് ഒന്നില്ലെങ്കിൽ ദർപ്പണത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ എന്നൊക്കെ ഓർത്തിരിക്കാം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തം ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഏറ്റവും അവസാനം മക്കളെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഈ ചോദ്യം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അവസാനം കിട്ടൂല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് അവിടെ ആൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആൻസർ ഒന്ന് നോക്കണം. ഓക്കെ, സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ ഇത് നമ്മളെ ആ ഒരു മിററുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ അല്ലേ, സ്പെറിക്കൽ മിറർ എന്നുള്ള ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ്. ഇത് ഇമ്പോർട്ടന്റ് ടേബിളാണ്. ഇതിനോടൊപ്പം തന്നെ ആ ചിത്രവും വരച്ച് പഠിക്കണം. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തു തരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ്. അതിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പെയർ ഓഫ് ബോഡീസ് അല്ലേ, അനുയോജ്യമായി ഉരയ്ക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ ഗ്ലാസ് റോഡും സിൽക്കും അല്ലെ, അതേപോലെ തന്നെ എബണൈറ്റും വൂളും, അതേപോലത്തെ റബ്ബർ റോഡും വൂളും. ഇത്രയും കാര്യം ഇത് വളരെ ഇമ്പോർട്ടന്റ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ. അപ്പോൾ ജോഡികൾ ഏതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്? ഗ്ലാസ് റോഡും സിൽക്കും. അപ്പൊ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഗ്ലാസ് റോഡ് ഏതായിട്ട് മാറുന്നു? പോസിറ്റീവായിട്ട് മാറുന്നു. അപ്പൊ സിൽക്ക് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺ. അതുകൊണ്ട് ഗ്ലാസ് റോഡ് പോസിറ്റീവായി. അപ്പൊ സിൽക്കിന് ഇലക്ട്രോൺ നേടുന്നു. അതുകൊണ്ട് സിൽക്ക് എന്ത് ചെയ്യുന്നു? നെഗറ്റീവായി മാറുന്നു. അത് നമുക്കിവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എബണൈറ്റും വൂളും കമ്പിളിയും അതേപോലെ തന്നെ എബണൈറ്റ് ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ആണ്. അപ്പൊ എബണൈറ്റ് വൂളും തമ്മിൽ ഉരസി കഴിഞ്ഞാൽ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, വൂളിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. അതുകൊണ്ട് വൂൾ എന്ത് ചെയ്യുന്നു? വൂൾ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായി മാറുന്നു. നേരെ മറിച്ച് എബണൈറ്റ് എന്തായിട്ട് മാറുന്നു? എബണൈറ്റ് നെഗറ്റീവായി മാറുന്നു. നെഗറ്റീവായിട്ട് മാറുന്നു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത റബ്ബർ റോഡും വൂളും തമ്മിൽ ഉരസി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ വൂളിന് എന്ത് ചെയ്യുന്നു? വൂളിന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. വൂളിന് കമ്പിളിക്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ കമ്പിളി പോസിറ്റീവും അതേപോലെ തന്നെ റബ്ബർ എന്ത് ചെയ്യുന്നു? നെഗറ്റീവുമായി മാറുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ എക്സാമിന് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ ഒരു ടേബിളാണിത്. ഈ ടേബിൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ഞാൻ ഒന്നുകൂടി വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സിൽക്കും അതേപോലെ തന്നെ ഗ്ലാസ് റോഡും തമ്മിൽ ഉരസി കഴിഞ്ഞാൽ സിൽക്കിന് എന്ത് സംഭവിക്കുന്നു? ഗ്ലാസ് റോഡ് പോസിറ്റീവാണ്. ഗ്ലാസ് റോഡ് എന്തായി? പോസിറ്റീവ്. സിൽക്ക് എന്തായി? നെഗറ്റീവ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഏതിനാണോ പോസിറ്റീവ് കിട്ടുന്നത് അതിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പൊ ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? സിൽക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് സിൽക്കിന് ഇലക്ട്രോൺ നേടുന്നു, അത് നെഗറ്റീവ് ചാർജ്. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അത് പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി എബണൈറ്റും വൂളും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ വൂളിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? എബണൈറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് വൂൾ പോസിറ്റീവ്, കമ്പിളി പോസിറ്റീവ് ചാർജ് ആകും, എബണൈറ്റ് നെഗറ്റീവ് ചാർജ് ആയി മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതും സെറ്റാണ്. രണ്ടാമത്തെ ടേബിളും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീലും അതേപോലെ തന്നെ ഉരുക്കുമായി, സ്റ്റീലാണ് ഉരുക്ക്, അതേപോലെ തന്നെ പച്ചിരുമ്പുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ്. ഇവിടെ കുറെ പോയിന്റുകൾ തന്നിട്ട് ഇങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളും. ഇവിടെ പച്ചിരുമ്പും ഉരുക്കും തന്നിട്ടുണ്ട്. അപ്പൊ ടേബിളിൽ എന്താണ്? സോഫ്റ്റ് അയണും സ്റ്റീലും നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ്, ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവ്. ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള ദി എബിലിറ്റി ടു റിറ്റെയിൻ മാഗ്നറ്റിസം. കണ്ടില്ലേ, ഇതാണ് റീറ്റെയിൻ. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് ശരിക്കും ആർക്കും വളരെ കൂടുതലാണ്? സ്റ്റീലിന് വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് അക്വേർഡ് വെരി ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഏതായിരിക്കണം? അപ്പൊ എ എന്ന് പറഞ്ഞാൽ അത് പച്ചിരുമ്പാണ്. സോഫ്റ്റ് ആൻഡ് പീസിന് എന്ന് പറഞ്ഞാൽ ലഭിച്ച കാന്തശക്തി, ഒന്നാമത്തെ പോയിന്റ് എ, ലഭിച്ച കാന്തശക്തി, അതായത് ഏന്ന് ഏതിന് പകരം ഞാൻ അവിടെ എന്ത് എഴുതാം? അയേൺ എന്ന് എഴുതാം. അതായത് ഇരുമ്പ്. എന്തായിരിക്കണം? ഇരുമ്പിന് ലഭിച്ച കാന്തശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റ് സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, കാന്തിക പ്രേരണത്തിന് എളുപ്പം വഴങ്ങുന്നില്ല. കാന്തിക പ്രേരണത്തിനാണ് കാന്തശക്തി മാഗ്നറ്റൈസ് പെട്ടെന്ന് ആവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നോക്കുക, ഇറ്റ് ഈസ് നോട്ട് ഈസിലി ടു എന്താണ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പെട്ടെന്ന് ആവാത്തത് ഏതാണ്? അത് സ്റ്റീലാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ എന്ന് ഓർത്തേക്കുക. സ്റ്റീൽ പെട്ടെന്നൊന്നും കാന്തായിട്ട് മാറൂല. നേരെ മറിച്ച് ലഭിച്ച കാന്തിക പ്രേരണത്തിൽ എളുപ്പം വഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് വഴങ്ങുന്നില്ല എന്നാണ്. അപ്പൊ അത് ആരായിരിക്കും? ഉരുക്കാണെന്ന് ഓർത്തേക്കുക. ആരാണ്? ഉരുക്ക് നോർത്തേക്കുക. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് എവിടെ വരുന്നു? രണ്ടാമത്തെ ടേബിളിൽ വരുന്നു. മക്കൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് നിർബന്ധമായിട്ട് പഠിക്കണേ. ഇനി മൂന്നാമത്തെ പോയിന്റ് വശകത, സസെപ്റ്റിബിലിറ്റി വളരെ കൂടുതൽ. ആർക്കാണ്? ഇരുമ്പിന് സസെപ്റ്റിബിലിറ്റി, വശകത വളരെ കൂടുതലാണ്. അപ്പൊ ഇരുമ്പിന് സസെപ്റ്റിബിലിറ്റി, അയേണിന് സസെപ്റ്റിബിലിറ്റി വളരെ കൂടുതലാണ്. സസെപ്റ്റിബിലിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? ഒരു മാഗ്നറ്റൈസ് ചെയ്യുക, പെട്ടെന്ന് കാന്തശക്തിനെ കൊണ്ട് പെട്ടെന്ന് കാന്തായിട്ട് മാറുക, മാഗ്നറ്റൈസ് ചെയ്യുക. അതിന് ഇരുമ്പിന് വളരെ പെട്ടെന്നാണ്, പക്ഷെ ഉരുക്ക് അത്ര ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് എന്താ? റിട്ടൻവിറ്റി വളരെ കൂടുതലാണ്. റിട്ടൻവിറ്റി വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഉരുക്കാണ്, ഇത് ഇരുമ്പ്. അപ്പോ ഡി പോയിന്റ് ഉരുക്കാണ്. ഡി പോയിന്റ് ആയിരിക്കണം ഉരുക്ക്, ഡി പോയിന്റ് ഉരുക്ക്. അപ്പോൾ റിട്ടൻവിറ്റി ഈസ് വെരി ഹൈ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ചിത്രത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ഈ 3 ചിത്രത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാം. നോക്കിക്കോളൂ. ഒരു ഇരുമ്പും അതേപോലെ തന്നെ സ്റ്റീലും വെച്ചു, താഴെ ഇരുമ്പിന്റെ പൊടി വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുമ്പ് പെട്ടെന്ന് എന്ത് ചെയ്യും? കൂടുതൽ ഇരുമ്പിന്റെ പൊടിയെ അട്രാക്ട് ചെയ്തു, ആകർഷിച്ചു. കാരണം ഇത് മാഗ്നറ്റൈസേഷൻ വളരെ കൂടുതലാണ്, വശകത വളരെ കൂടുതലാണ്. പക്ഷെ ഇത് വളരെ കുറഞ്ഞ രീതിയിൽ ആകർഷിച്ചോളൂ. അതിനുശേഷം ഈ മാഗ്നറ്റിൽ നിന്ന് ഈ ഇരുമ്പും സ്റ്റീലും പുറത്തേക്ക് മാറ്റി, അത് നിങ്ങളുടെ അടർത്തി വെച്ചു, മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഇരുമ്പ് ആകർഷിച്ച ഇരുമ്പ് കൂടെയൊക്കെ അതെന്ത് ചെയ്യും? താഴത്തേക്കിട്ട് വളരെ കുറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ ഉരുക്ക് എന്ത് ചെയ്തു? അതേപോലെ തന്നെ അവിടെ നിലനിർത്തി. അപ്പൊ ഈ റിട്ടൻവിറ്റി വളരെ കൂടുതലാണ്. ഇവിടെ എന്താണ്? സസെപ്റ്റിബിലിറ്റി, വശകത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തേക്കുക. ഇത്ര ഉള്ളൂ. ഈ ഒരു 3 ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ചാപ്റ്ററും 3 ടേബിൾ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. ഈ വീഡിയോ കണ്ട ആളുകൾ ഈ 3 ടേബിൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? സാറേ ഞങ്ങളിത് പഠിച്ചു, സെറ്റ് എന്നുള്ളൊരു മെസ്സേജ് താഴെടണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 3 ചാപ്റ്റർ ബേസ് ചെയ്ത് ഏതെങ്കിലും കൺഫ്യൂഷൻ ഏരിയ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുക, അതൊക്കെ നമ്മൾ സെറ്റാക്കി തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം. ഇപ്പം ഞാനൊരു 3 ടേബിളിൻ്റെ ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് വോളിയം തന്നെയാണ്. അതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ സെറ്റാക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് ഉടൻ തന്നെ ലൈവിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷ സെറ്റാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിന് അഡ്മിഷൻ ആരംഭിച്ച കാര്യം ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പെട്ടെന്ന് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പരീക്ഷ അടിപൊളിയാക്കാം, സെറ്റാക്കാം. ഓക്കെ, ടാറ്റ, ബൈ, ഓൾ ദി ബെസ്റ്റ്.